ഇപ്പോൾ ഉള്ളത് ജബൽ ജെയ്സിലാണ്. റാസൽ ഖൈമയിലാണ് ജബൽ ജെയ്സ് ഉള്ളത്. ഈ യു എയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടൻസ് പ്ലേസ് ആണ് ജബൽ ജെയ്സ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 1900 മീറ്റർ ഉയരത്തിലാണ് ജബൽ ജെയ്സ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ പോകും വഴി പറയാം. അപ്പോൾ യാത്ര തുടങ്ങാണ് ജബൽ ജെയ്സ്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഏകദേശം 168 കിലോമീറ്ററോളം ഉണ്ട് ഈ ജബൽ ജെയ്സിലേക്ക്. ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ടാവും. നല്ല വെയിലായ കാരണം ഞങ്ങൾ ഏകദേശം ഒരു 3:30 സമയത്താണ് ഇറങ്ങിയത് തന്നെ റൂമിൽ നിന്ന്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകണം എന്നുള്ള ലെവലിലാണ് പോകുന്നത്. സൺഡേ ആയ കാരണം വല്ലാണ്ട് ട്രാഫിക്കൊന്നും ഇല്ല. റോഡ് സൈഡിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിപ്പോൾ റാസൽ ഖൈമയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം പോവാണ്ട് അവിടുന്ന് മല കയറിയിട്ട് കുറേ മേലേക്ക് കയറാണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഏകദേശം റാസൽ ഖൈമയുടെ ലാസ്റ്റ് എൻഡ് ഭാഗത്താണ് ഈ ജബൽ ജെയ്സ് വരുന്നത്. വേറെ കുറച്ച് ഇങ്ങനത്തോടത്തൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ ഉടൻ തന്നെ ഇറങ്ങുകയാണെങ്കിൽ വെയിലൊക്കെ ആറുമ്പോഴത്തേനും ലൈറ്റൊക്കെ പോകുമ്പോഴത്തേനും അവിടെ എത്താൻ പറ്റും. അപ്പോൾ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. ഇത് ഞങ്ങൾ ഇറങ്ങാൻ നേരം വൈകിയ കാരണം അങ്ങോട്ട് എത്തുമ്പോൾ മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. ഏകദേശം ഞങ്ങൾ മലയുടെ അവിടെ എത്താനായിട്ടാണ്. ആ നേരെ കാണുന്നതാണ് കേട്ടോ മല. ഇനി അതിൻ്റെ മുകളിലേക്ക് കയറി പോവാണ്ട്. കാണുമ്പോൾ ഇങ്ങനെ ചെറുതാണെങ്കിൽ കയറി പോവുകയാണെങ്കിൽ ഒരുപാട് കയറി പോവാണ്ട്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 1900 മീറ്ററോളം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യണത്. പിന്നെ തണുപ്പ് സമയത്തൊക്കെ ഇതിൻ്റെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ മൂടൽ മഞ്ഞൊക്കെ നന്നായി കാണാൻ പറ്റും.
പിന്നെ ഞങ്ങൾക്ക് പോകുമ്പോൾ തന്നെ അടിഭാഗത്ത് കുറേ ചൂടൊക്കെ ഉണ്ടായിരുന്നു. എ സി ഒക്കെ ഇട്ടിട്ട് തന്നെ പോയത്. പക്ഷെ മല കയറി തുടങ്ങിയപ്പോൾ ഞങ്ങൾ എ സി ഒക്കെ ഓഫ് ചെയ്ത് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് നല്ല കാറ്റും നല്ല തണുപ്പ് കാറ്റൊക്കെ ആയിരുന്നു കയറും തോറും ഫീൽ ചെയ്തത്. മലയൊക്കെ കയറണതിൻ്റെ മുന്നേ തന്നെ വെള്ളമൊക്കെ വാങ്ങിക്കണത് നല്ലതാട്ടോ. എന്താ വെച്ചാൽ മല കയറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ കടകളിലൊക്കെ വെള്ളം കിട്ടാൻ നല്ല വില കൊടുക്കണം. എന്താ വെച്ചാൽ താഴത്തുനിന്ന് നമ്മൾ 1 ദിറംസിന് വാങ്ങണ വെള്ളം മേലെത്തി കഴിഞ്ഞാൽ 2.5 ദിറംസൊക്കെ അതിന് വാങ്ങണത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ പെട്രോളും വണ്ടിയിലെപ്പോഴും പെട്രോളൊക്കെ ശ്രദ്ധിക്കണം കയറുന്നതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഈ ക്യാമ്പ് ചെയ്യാനും ടെൻ്റ് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട് കേട്ടോ. മേലെ ഒരുപാട് പേര് ഇതുപോലെ വന്നിട്ട് ടെൻ്റ് അടിക്കണവും ക്യാമ്പ് ചെയ്യണമൊക്കെ ഉണ്ട്. അതിനൊക്കെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും ഇപ്രാവശ്യം ഇതിനൊന്നും നിൽക്കണില്ല. അതിനുള്ള അതൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതുമല്ല. ജസ്റ്റ് പ്ലേസ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാന്നുള്ള ലെവലിൽ വന്നതാണ്. ഈ മലകളൊക്കെ വെട്ടിയിട്ട് 2 സൈഡും മലകൾ അതിൻ്റെ സെൻട്രലിൽ കൂടെ റോഡൊക്കെ ആയിട്ട് ഇതിങ്ങനെ കാണാനായിട്ട് നല്ല രസമായിട്ട് അവിടേക്ക് പോകുമ്പോൾ തന്നെ മലകളൊക്കെ ഇങ്ങനെ കാണാം. നല്ല ഭംഗിയാണ് കാണാം. പിന്നെ മാത്രമല്ല വ്യൂ പോയിന്റുകൾ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാവരും കയറിങ്ങാനും ഫോട്ടോ എടുക്കാനും നിന്ന് കഴിഞ്ഞാൽ സമയം പോകും. അതുകൊണ്ട് 1-2 വ്യൂ പോയിന്റിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുന്നല്ലാണ്ട് വേറെ എവിടെ ഇറങ്ങാനും നിന്നില്ല. എന്നിട്ട് നേരെ മുകളിലേക്ക് തന്നെ കയറാനുള്ള ലെവലിൽ ഞങ്ങൾ പോയി. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോണ വഴിക്ക് പലരും റോഡ് സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണോ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്നുള്ളൂ. പിന്നെ പച്ചപ്പൊന്നും ഇല്ലെങ്കിലും മലകൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. അതവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രസം കിട്ടുക. പിന്നെ അതിൻ്റെ മേലെ കയറിയുള്ള താഴത്തേക്കുള്ള വണ്ടികളൊക്കെ ചുരം കയറി വരുന്നതിൻ്റെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് ഈ ജബൽ ജയ്സ്.
ഈ പോണ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഇട്ടൊന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാന്നൊക്കെ ലെവലിൽ നിന്നതാണ്. പിന്നെ ഇതിൻ്റെ കീപ്പിട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി മേലെ പോയിട്ട് നോക്കുമ്പോഴാണ് ഒന്നുകൂടി ഭംഗി കിട്ടുക. ഇതതിൻ്റെ സൈഡിന് ഇടയ്ക്കൊന്ന് കയറി നോക്കിനുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്ന വഴികളും അതൊക്കെ ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ കയറി ഇറങ്ങി പോണതും ഒക്കെ ഇങ്ങനെ കാണാം. പിന്നെ ഒന്നുകൂടി മുകളിലേക്ക് എത്തിപ്പോയാൽ ഒന്നുകൂടി നല്ല ഭംഗിയിൽ കാണാം. പക്ഷേ ഇരുട്ടാണ് പ്രശ്നം. അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാവാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ 5 പേരൊന്ന് ഒത്തുകൂടിയപ്പോൾ ഒന്നുണ്ട് പുറത്ത് പോവാന്നുള്ള ലെവലിൽ ഇറങ്ങി. ഒരു ഞായറാഴ്ച ദിവസം അതുകൊണ്ട് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. ഇത് മുകളിലേക്ക് എത്തുന്തോറും കണ്ട ഇരുട്ടായിട്ട് വരുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഇതിലിടയിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. ഇങ്ങനെ അവിടെ ചായ, കോഫി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല, വെള്ളം വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിനോട് വേണ്ടിയിട്ട് ഇവിടെ നിർത്തി. പിന്നെ ഇനി മുകളിൽ പോയാൽ എന്തായാലും മുകളിലേക്ക് എത്തുന്നതിന് അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഇറങ്ങിയത്. എന്തായാലും ഇതുവരെ വന്നതല്ല. ഇനിയും ഏറ്റവും മുകളിൽ കൂടി ഒന്ന് പോയി വരാമെന്നുണ്ടെങ്കിൽ എന്തായാലും രാത്രിയാവുന്ന അതെ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ കയറി. ഇതാ ഇവിടെയാണ് ലാസ്റ്റ് എൻഡ്. ഇവിടെ നിന്നാണ്ട് വണ്ടികളൊന്നും കടത്തി വിടില്ല. അവിടെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട്, ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു ഇതുണ്ട്. ഇവിടെ ഇതുവരെയാണ് വണ്ടികളൊക്കെ വരുള്ളൂ. അപ്പോൾ അവിടുന്ന് യൂട്ടനടിച്ചിട്ട് നേരെ കീപ്പിട്ട് കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി നിർത്തി പാർക്ക് ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി. ഇതാണ് ഇവിടുത്തെ രാത്രി വ്യൂ. ഇത് ഒരു വൈകുന്നേരം ഒരു 5:30 ആകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല വ്യൂസ് കാണാം. ഈ റാസൽ ഖൈമ ഒക്കെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് തന്നെ കാണാൻ പറ്റും. ഇത് താഴത്തുനിന്ന് ചുരം കയറി വരുന്ന വണ്ടികളുടെ ലൈറ്റുകളാണ് കാണുന്നതൊക്കെ, റോഡും ഇതൊക്കെ. ഇത് ഇപ്പം ഈ രാത്രിയായ കാരണമാണ് വ്യൂസ് കിട്ടാത്തത്. പിന്നെ ഇതാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ. അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടികളൊന്നും കടത്തി വിടില്ല. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മോനെ കട്ട് ചെയ്യണം. ഇപ്പം എന്താ
ഈ ടെൻ്റൊക്കെ അടിച്ച് ബാർബിക്കൊക്കെ ചുറ്റും ക്യാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ രാത്രിയിൽ കുഴപ്പമില്ല. അതല്ല വെച്ചെങ്കിൽ വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ അവിടെ എത്താനുള്ള രൂപത്തിൽ പോയി സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു പോരുക, അതാണ് നല്ലത്. എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവായി. ഞങ്ങളിപ്പോൾ ദുബൈയിൽ